ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളൊക്കെ അടിപൊളിയായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ കെമിസ്ട്രിയുടെ ദിവസങ്ങളാണ്. കെമിസ്ട്രിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് പറഞ്ഞു തന്നാലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഇത് മാത്രം പഠിച്ചാൽ മതി സാർ, അത് മാത്രം പഠിച്ചാൽ പോരാ? നമ്മുടെ യൂട്യൂബ് ബോർഡിന്റെ മുഴുവൻ ലൈവുകൾ കാണുക, നമ്മൾ കണ്ടന്റ് വീഡിയോസുകൾ കാണുക, അതുപോലെ തന്നെ MRQ ക്വസ്റ്റ്യൻസുകൾ കേൾക്കുക. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുൾ മാർക്ക് നമ്മൾ ഉറപ്പിക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും അറിയാം. എന്താണ്? റിഡോക്സ് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും അല്ലെ? ഒരു ഇക്വേഷൻ തരും, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടാ നമ്മളോട് ചോദിക്കും, ഇതിൻ്റെ അകത്ത് റിഡോക്സ് റിയാക്ഷൻ ആണോ, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനം റിഡോക്സ് റിയാക്ഷന് ഉദാഹരണമാണോ എന്ന് ചെക്ക് ചെയ്യാനുണ്ടാവും കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3 മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലാണ്. ഇനി അടുത്തതായിട്ട് നമുക്കറിയാം, റിഡോക്സിൽ നിന്ന് നമ്മളോട് അടുത്തതായിട്ട് ചോദിക്കാനുള്ള ഒരു സാധ്യത ക്വസ്റ്റ്യൻ ആണ് ഇത്. നൈട്രിക്, ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് തരും. ഇപ്പോൾ ഇവിടെ നൈട്രിക് ആസിഡ് ആണ് തന്നത്. ഈ നൈട്രിക് ആസിഡിനകത്ത് നിന്ന് നൈട്രജന്റെ എന്ത് കാണാൻ പറയും? ഓക്സീകരണ നമ്പർ, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇത് നൈട്രിക് ആസിഡ് മാത്രം വായിക്കണമെന്നില്ല. MnO2 തരാം, FeCl2 തരാം, FeCl3 തരാം, പൊട്ടാസ്യം പെർമംഗനേറ്റ് തരാം. അങ്ങനെ ഏത് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പാകത്തിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? ഇപ്പോഴൊക്കെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, ആ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മളോട് നമുക്കറിയാം, നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ ഹൈഡ്രജനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കാർബണിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, നൈട്രജനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഓക്സിജനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ക്ലോറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം എന്ന് പറഞ്ഞാൽ, എന്തൊക്കെയാണ് ഇത്തരം നോൺ മെറ്റൽസ് അലോഹങ്ങളുടെ യൂസുകൾ, ഉപയോഗങ്ങൾ എന്താണെന്ന് പഠിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഉപയോഗം നന്നായിട്ട് പഠിക്കണം കേട്ടോ. നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എഴുതാം. ഞാൻ പറയുന്നത് ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, ഇതിൻ്റെ ഒക്കെ യൂസുകൾ കൃത്യമായിട്ട്, ഉപയോഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ടൈപ്പിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിക്കുന്ന സമയത്ത് ഇതും കൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഓക്കെ ആണല്ലോ മക്കളെ? ഇനി അതേപോലെ തന്നെ ഇവിടെ ക്ലോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്ലോറിൻ, നോൺ മെറ്റൽസിൽ ക്ലോറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിന് യൂസുമായിട്ട് ബന്ധപ്പെട്ടതും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചേക്കാം കേട്ടോ. ഈ ഒരു നോൺ മെറ്റൽസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഹൈഡ്രജനെയും കാർബണിനെയും നൈട്രജനെയും ഓക്സിജനെയും ക്ലോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ 2 കാര്യങ്ങളിലേക്ക് മക്കളുടെ കോൺസെൻട്രേഷൻ പോകണം. ഒന്ന്, പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണം. അതേപോലെ തന്നെ യൂസസുകൾ, ഉപയോഗങ്ങൾ നിങ്ങൾ പഠിക്കണം. ഈ 2 കാര്യങ്ങളിലേക്കായിരിക്കണം നിങ്ങളെ ശ്രദ്ധ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിനും ആൻസർ ചെയ്യാം, ഈ ചോദ്യത്തിനും ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് മക്കൾ പഠിക്കുക. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ടു പ്രിപ്പയർ ക്ലോറിൻ ഗ്യാസ്? ക്ലോറിൻ ഗ്യാസ് ഈസ് കളക്റ്റഡ് ബൈ പാസിംഗ് ഇറ്റ് ത്രൂ എന്നൊക്കെ പറഞ്ഞ് ക്ലോറിൻ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അത് എന്ത് രൂപത്തിൽ വരും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു രൂപമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ഘടനാവാക്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഘടനാവാക്യം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഒരു സാധനം തന്നിട്ട് നമ്മളോട് കണ്ടൻസ്ഡ് എഴുതാൻ പറയും, മോളിക്കുലാർ ഫോർമുല എഴുതും, അതിൻ്റെ ഹോമലോഗ സീരീസ് എഴുതാൻ പറയും, അതേപോലെ തന്നെ IUPAC നെയിം എഴുതാൻ പറയും കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അതായത് കണ്ടൻസ്ഡ് എഴുതാനും തന്മാത്രാ സൂത്രം എഴുതാനും അതേപോലെ തന്നെ ഹോമലോഗസ്, IUPAC നാമൊക്കെ എഴുതാനും എന്താണ് ഇതിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് സാധ്യതയുള്ള, അതായത് കെമിക്കൽ കൈനറ്റിക്സ് അഥവാ രാസഗതികം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നമ്മളോട് നാച്ചർ ഓഫ് ദി റിയാക്ടൻസ്, പദാർത്ഥത്തിന്റെ സ്വഭാവം വെച്ച് ചോദിക്കാം. അത് ആ മോഡലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതേപോലെ തന്നെ റിയാക്ഷൻസിലൊക്കെ ചോദിക്കാം. ഒരുപാട് റിയാക്ഷൻസ്, 4 റിയാക്ഷൻസ് പ്രധാനമായിട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? ഏതൊക്കെ? കോമ്പിനേഷൻ, ഡീകമ്പോസിഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ, അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ആദേശം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ 4 റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. എക്സാമ്പിൾ അടക്കം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും.
യെസ്, ഓക്കെ മക്കളെ. അപ്പൊ 4 ചാപ്റ്റേഴ്സുകളെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ്, സാധ്യതാ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ പറഞ്ഞത്. 4ാമത്തെ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ, അതേപോലെ തന്നെ 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, ഇങ്ങനെ 4 ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അതിൽ നിന്ന് വരാനുള്ള സാധ്യതാ ക്വസ്റ്റ്യൻസുകളാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവും, അല്ല സാറേ ഇതൊക്കെ എങ്ങനെ ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, എടാ മക്കളെ നിങ്ങൾ ലൈവിലേക്ക് കൂടി പോരി. ലൈവിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ച് സെറ്റാക്കി അങ്ങോട്ട് തരും. അല്ല സാറേ ഇത് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോ? ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഷോർട്ട് കട്ടും ട്രിക്കുകളൊക്കെ നമുക്കറിയാം കേട്ടോ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും നന്നായിട്ട് എഴുതാനും ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങാനും പഠിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഏത് സമയത്ത് നിങ്ങളെ ലൈവ് ഉണ്ടോ കൃത്യസമയത്ത് എത്തുക. കൃത്യസമയത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സെറ്റാക്കും. റെഡിയാണല്ലോ മക്കളെ? അപ്പൊ സാധ്യത ക്വസ്റ്റ്യൻസുകളൊക്കെ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ മറന്നു പോരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.